ഒരാൾക്ക് പാസ്റ്റിലോട്ട് തിരിച്ചു പോയിട്ട് പുതിയൊരു ജീവിതമൊന്നും ഇനി തുടങ്ങാൻ പറ്റില്ല. എന്നാൽ ആർക്ക് വേണമെങ്കിലും ഇന്നു മുതൽ മികച്ച ഒരു എൻഡിങ്ങിന് വേണ്ടിയിട്ട്, അവസാനത്തിന് വേണ്ടിയിട്ട് മികച്ച ജീവിതം തുടങ്ങാൻ പറ്റും. മരിയ ജോൺസൺ. പണ്ട് നമ്മൾ ചെയ്ത മണ്ടത്തരങ്ങളെക്കുറിച്ചും കഴിഞ്ഞതിനെക്കുറിച്ചൊന്നും ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ മികച്ചൊരു എൻഡിങ്ങിന് വേണ്ടിയിട്ട് മരിയൻ ജോൺസൺ പറഞ്ഞ പോലെ മികച്ചൊരു എൻഡിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അതിന് ഈ മൊമെന്റിൽ ഇവിടെ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സോ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റായ കുറേ കാര്യങ്ങളുണ്ടാവും, അതൊക്കെ ഇവിടെ വെച്ച് നമുക്ക് നിർത്തണം. സോ നമ്മുടെ ലൈഫ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഈ മൊമെന്റിൽ ഇവിടെ അല്ലെങ്കിൽ ഈ വർഷമെങ്കിലും സ്റ്റോപ്പ് ചെയ്യേണ്ട 15 കാര്യങ്ങൾ. ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ റോങ് ആയ ആളുകൾക്കൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്നു. ഞാൻ എൻ്റെ ചെറുപ്പത്തിലേ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്, എനിക്കൊരു വാല്യൂ ഉള്ള ഗ്രൂപ്പിൽ വേണം ഞാൻ പോവാൻ. കുറച്ച് റെസ്പെക്റ്റ് അതില്ലാത്തൊരു ഗ്രൂപ്പിൽ നിൽക്കരുത്. നമ്മൾ ചില ഗ്രൂപ്പിലോട്ട് ചെല്ലുമ്പോൾ നമ്മളെ കളിയാക്കാം, നമ്മുടെ അതും ഇതൊക്കെ പറഞ്ഞ് നമ്മളെ കുത്തി നോവിക്കാം. ഇതിനൊക്കെ വേണ്ടി ആയിരിക്കും ചിലപ്പോൾ ആ ഗ്രൂപ്പ്. അവരുടെ ഒരു ടൈം പാസ് ആയിരിക്കാം, അവരുടെ എൻ്റർടൈൻമെൻ്റ് ആയിരിക്കാം. സോ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി നമ്മളങ്ങനെ നിന്നു കൊടുക്കരുത്. ഇതിൻ്റെ ഒക്കെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഗ്രൂപ്പിൽ നമ്മളിങ്ങനെ ഇങ്ങനെയുള്ള ആളുകളുമായിട്ടൊക്കെ ടൈം സ്പെൻഡ് ചെയ്ത് പോകുമ്പോൾ പതുക്കെ ഇവരുടെ വാക്കുകളും ഇവരുടെ കുത്തുവാക്കുകളും ഇവരുടെ കളിയാക്കലുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വിചാരിക്കും ഞാനത്ര പോരാ, എനിക്കെന്തോ പ്രശ്നമുണ്ട്. ഇങ്ങനെ നമ്മുടെ കോൺഫിഡൻസ് ഇങ്ങനെ കുറയും. കോൺഫിഡൻസ് കളഞ്ഞിട്ടുള്ള ഒരു കളിയും നമുക്ക് വേണ്ട. ഇനി നമുക്ക് വെട്ടിപ്പിടിക്കാനുള്ള സാമ്രാജ്യങ്ങളുടെ അടിത്തറ അത്രയും നിർമ്മിക്കുന്നത് നമ്മുടെ കോൺഫിഡൻസ് ആണ്. അത് നശിപ്പിക്കുന്നവരെയൊക്കെ ചവിട്ടി അങ്ങ് പുറത്താക്കുക. ഇപ്പം നമ്മൾ സ്റ്റോപ്പ് ചെയ്യണ്ട. ഈ വർഷമെങ്കിലും നമ്മൾ നിർത്തേണ്ട അടുത്ത കാര്യം, സ്റ്റോപ്പ് ലൈങ് ടു യുവർ സെൽഫ്. നമ്മളോട് തന്നെ കള്ളം പറയുന്ന സ്വഭാവം. എനിക്ക് ആ വീക്ക്നെസ് ഉണ്ട്, എനിക്ക് ആ പ്രശ്നമുണ്ട്, എന്നെ കൊണ്ട് അതിന് കൊള്ളില്ല ഇതിന് കൊള്ളില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. നമ്മുടെ മനസ്സ് നമ്മളോട് തന്നെ കള്ളം പറയുന്നതാവാം. ഫാക്ട് ഈസ്, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളോട് പറയുന്ന കള്ളങ്ങൾ തിരിച്ചറിയുക. നാളെ മുതൽ ഞാൻ നന്നാവും, അതുകൊണ്ട് ഇന്നുകൂടി ഇങ്ങനെ. നാളെ മുതൽ ഞാൻ ജിമ്മിൽ പോവും, നാളെ മുതൽ ഞാൻ ടൈമിന് വരും, ഡിസിപ്ലിൻ കീപ്പ് ചെയ്യും. ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ, അതൊക്കെ നമ്മുടെ മനസ്സ് നമ്മളോട് തന്നെ പറയുന്ന കള്ളങ്ങളാണ്. അതൊന്ന് ഒബ്സേർവ് ചെയ്താൽ നമുക്ക് തന്നെ മനസ്സിലാവും നാളെ നമ്മളങ്ങനെ ചെയ്യുന്നൊന്നുമില്ല. നമ്മൾ തൽക്കാലം ഈ കള്ളൊക്കെ പറഞ്ഞ് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഒളിച്ചോടുകയാണ്. നമ്മുടെ ലൈഫ് ബെറ്റർ ആക്കാൻ അടുത്തതായിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു കാര്യം, പ്രോബ്ലംസിൽ നിന്ന് ഓടി ഒളിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതിനെ. ഈ മാസം 25-ന് ഒരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യാണ്ട്. ഇനി ഒരുപാട് ടൈമുണ്ട്. നമ്മൾ വിചാരിക്കും ഒരു 15-ാം തീയതിക്കൊക്കെ നോക്കാം. ഈ പ്രശ്നത്തിൽ നിന്നൊരു ഒളിച്ചോടലാണ്, പ്രോബ്ലത്തിൽ നിന്നൊരു ഒളിച്ചോടലാണ്. കാരണം ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്, ആ പ്രശ്നത്തെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഡിലേ ചെയ്യണം, അതുപോലും ഒളിച്ചോടലാണ്. എൻ്റെ ഒരു ഫ്രണ്ട് കൊച്ചിയിലെ ഒരു പള്ളിയുടെ മുൻപിലൂടെയൊക്കെ പോകുമ്പോൾ അവൻ അങ്ങോട്ടൊന്നും നോക്കില്ല. എനിക്കാദ്യം തോന്നി ഇവൻ്റെ നാടകമാണോ അത്. അപ്പോൾ ഇവൻ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഇവൻ്റെ പഴയ ബ്രേക്കപ്പിൻ്റെ കുറേ ഓർമ്മകൾ അവിടെ ഉണ്ട്, പണ്ട് ഇവർ വന്ന സ്ഥലമാണ്, ഇതൊക്കെയാണ്. പള്ളി അവിടെ ഒരു പ്രോബ്ലമാണ് അവന്. അതിനൊന്ന് ഫേസ് ചെയ്താൽ മതി. ഫേസ് ചെയ്യാനുള്ള ധൈര്യമല്ല, അവനെ ഒളിച്ചുവിടുക. എത്ര കാലം ആ പള്ളി നോക്കാതെ അതിലൂടെ യാത്ര ചെയ്യും. പ്രശ്നങ്ങളെ അവോയ്ഡ് ചെയ്യാനുള്ള ഏറ്റവും മികച്ച മാർഗം പ്രശ്നങ്ങളെ ഫേസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ലൈഫിൽ നമുക്ക് നേരെ ഒരു പ്രശ്നം വരുന്നത് വിചാരിക്കുക, അതിനെ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ നമുക്കൊരു കപ്പാസിറ്റി കിട്ടും. ആ കപ്പാസിറ്റി വെച്ചിട്ടാണ് അതിലും വലിയ അടുത്ത പ്രശ്നത്തെ നമ്മൾ ഡീൽ ചെയ്യുന്നത്. നമുക്ക് നേരെ വരുന്ന പ്രശ്നങ്ങൾ അവോയ്ഡ് ചെയ്യും തോറും നമുക്ക് വളരാനുള്ള ചാൻസ് കുറയും. ഇപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു അടുത്തൊരു കാര്യം, ചെറുപ്പം മുതലേ നമ്മൾ കണ്ടും കേട്ടും നമ്മുടെ പേരൻസ്, നമ്മളെ സ്കൂൾ, കമ്പോളം, പരസ്യങ്ങൾ, ഇതൊക്കെ നമ്മളോട് ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ, നീ അത്ര പോരാ, അവൻ ബെറ്ററാണ്, അവനെ നോക്ക്, അവനെ കണ്ടുപിടിക്കുക. ഇങ്ങനെയുള്ള ഈ ലോകത്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് യുണീക്കായിട്ട് ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് ബിഗസ്റ്റ് ചലഞ്ച്. നമ്മൾ മറ്റൊരാളെ പോലെ ആകാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മൾ മിസ്സാവും. പറഞ്ഞാൽ എനിക്കെന്തോ കുറവുകൾ കൊണ്ട് അയാളെപ്പോലെ ആവണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നിടത്താണ് നമുക്ക് നഷ്ടമാവുന്നത്. ഒറ്റ കാര്യം നമ്മൾ ആലോചിച്ചാൽ മതി, നമ്മളെക്കാൾ ഇൻ്റലിജൻ്റായ, നമ്മളെക്കാൾ ഹൈറ്റുള്ള, നമ്മളെക്കാൾ ഹാൻസമായ, നമ്മളെക്കാൾ സ്മാർട്ടായ, എല്ലാം നമ്മളെക്കാൾ എന്നുള്ള ആളുകളൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ ഒന്നുള്ളൂ, നമ്മൾ സ്പെഷ്യലാണ്. ഈ ഒന്നേ ഉള്ളൂ, നമ്മളെ ഉള്ളൂ. ഇപ്പോൾ ഒരു കുഞ്ഞിൻ്റെ മുന്നിൽ ഏറ്റവും ലോകത്തെ ബ്യൂട്ടിഫുൾ ആയ സ്ത്രീകളൊക്കെ നിരന്നു നിൽക്കുന്നു, ലോകത്തെ ഏറ്റവും സ്മാർട്ടായ സ്ത്രീകൾ ഇങ്ങനെ നിരന്നു നിൽക്കുന്നു, ഏറ്റവും ഇൻ്റലിജൻ്റ് ആയ സ്ത്രീകൾ ഇങ്ങനെ നിരന്നു നിൽക്കുന്നു. ആ കുഞ്ഞ് അമ്മയെന്ന് പറഞ്ഞ് ഓടി വരുന്നത് ചിലപ്പോൾ ഈ ക്വാളിറ്റീസ് ഒന്നും ഇല്ല എന്ന് സമൂഹം പറയുന്ന അവളുടെ അമ്മയുടെ മുന്നിലാവും. അവൻ്റെ അമ്മയാണ് സ്പെഷ്യൽ. അവൻ്റെ അമ്മയെപ്പോലെ വേറൊരാളില്ല ഈ ലോകത്ത്. കുറേ മുന്നേ ഞാനൊരു വീഡിയോ കണ്ടു.
MGRന്റെ അതേ വേഷത്തിൽ അതേ ഡ്രസ്സിങ്ങിൽ ജീവിതകാലം മൊത്തം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ. അവിടെ MGR ഉള്ളൂ, ആ മനുഷ്യനില്ല. ആ മനുഷ്യനൊരു സ്റ്റൈലുണ്ട്, ആ മനുഷ്യൻ്റെ ഒരു ചിരിയുണ്ട്, ആ മനുഷ്യൻ്റെ സവിശേഷതകളൊക്കെ ഉണ്ട്. അതൊന്നും ഇല്ല ഇപ്പോൾ. MGR ഉള്ളൂ അവിടെ. ഇവിടെ ഈ വർഷം തന്നെ സ്റ്റോപ്പ് ചെയ്യേണ്ട അടുത്ത കാര്യം, പാസ്റ്റിലെ റിഗ്രറ്റ്, പെയിൻ, ഇതൊക്കെ ഇപ്പോഴും ചുമന്ന് നടക്കുന്ന ഒരു സ്വഭാവമില്ലേ, അതിനെ. നമ്മുടെ ജീവിതത്തിൽ പുതിയൊരു ചാപ്റ്റർ തുടങ്ങണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ചാപ്റ്റേഴ്സ് വീണ്ടും 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 വായിക്കുന്നത് നിർത്തുക. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എത്രയും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ട അടുത്ത കാര്യം, മിസ്റ്റേക്സ് ഉണ്ടാവുമോ എന്ന് പേടിച്ചിട്ട് നമ്മൾ ചെയ്യാതിരിക്കുമല്ലോ, ആ മൈൻഡ് സെറ്റ്. ഇതിൻ്റെ ഒരു പ്രശ്നം ഫ്യൂച്ചറിൽ ഉറപ്പായിട്ട് നമുക്ക് റിഗ്രറ്റ് ഉണ്ടാവും. അത് ചെയ്താൽ മതിയായിരുന്നു, അത് ചെയ്തിരുന്ന ഞാൻ എവിടെയോ എത്തിയിരുന്നു എന്നൊക്കെ അങ്ങ് ചിന്തിക്കാൻ തുടങ്ങും. എന്തിനാ വെറുതെ റിഗ്രറ്റ്? പോരാത്തതിന് വളരാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ മിസ് ചെയ്യും. ഏഴാമതായിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ട അടുത്ത കാര്യം, നമ്മുടെ സന്തോഷത്തിന് മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു സ്വഭാവം. എൻ്റെ ലൈഫിൽ അവനുണ്ടായിരുന്നെങ്കിൽ, അവളുണ്ടായിരുന്നെങ്കിൽ സന്തോഷമുണ്ടായേനെ, സന്തോഷവാനായേനെ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടല്ലോ, അതിലൊരു പ്രശ്നമുണ്ട്. ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, സെൽഫായിട്ട് നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ടും നമ്മളെ സന്തോഷിപ്പിക്കാൻ കഴിയില്ല. നമ്മൾ അത്യാവശ്യമായിട്ട് നിർത്തേണ്ട അടുത്ത കാര്യം, തിങ്കിങ് ടു മച്ച്, അധികമായിട്ട് ചിന്തിക്കുന്നത്. ആവശ്യത്തിന് ചിന്തിക്കുകയല്ല, ആവശ്യമില്ലാതെ ചിന്തിക്കുന്നത്. നമ്മളിപ്പോൾ തന്നെ നമ്മളോടൊരു പ്രോമിസ് ചെയ്യണം, ആവശ്യമുള്ള ടൈമിൽ ക്രിയേറ്റീവായിട്ട് വല്ല ഐഡിയാസ് ഉണ്ടാക്കണം, വല്ല ക്രിയേറ്റീവായ വർക്ക്സ് ചെയ്യണം. ചിന്തിക്കേണ്ട ഒരു ടൈമിൽ അപ്പോൾ ചിന്തിക്കാം. അല്ലാത്ത മാക്സിമം ടൈമിലൊക്കെ ഞാൻ മൈൻഡ്ഫുൾ ആയിരിക്കും, മാക്സിമം പ്രസൻറ്റിൽ ജീവിക്കാൻ ശ്രമിക്കുന്നൊക്കെ. അല്ലെങ്കിൽ ദിവസത്തിൽ 1 മണിക്കൂർ ടൈം കൊടുക്കുക, ആവശ്യമുള്ളതൊക്കെ ചിന്തിച്ച് കരയണമെങ്കിൽ കരയാനൊക്കെ. ആ 1 മണിക്കൂറാണ് കഴിഞ്ഞാൽ പിന്നെ ഇരുന്ന് ചിന്തിച്ച് വെറുതെ ഇരുന്ന് ആകെ ടയേർഡാവുന്ന പരിപാടി നിർത്തണം. ഈ പ്രശ്നത്തെ നിങ്ങൾ ഇവിടെ വെച്ച് ഉപേക്ഷിക്കണം. ഞാനത് റെഡി ആയില്ല, കുറച്ചുകൂടി റെഡി ആവട്ടെ, എന്നിട്ട് ഞാൻ തുടങ്ങാം, ഞാൻ ചെയ്യാമെന്നൊക്കെ പറയുന്നൊരു മൈൻഡ് സെറ്റ്. പെർഫെക്റ്റ് ആവട്ടെ, ഇപ്പോൾ കുറച്ചും കൂടി ശരിയാവാനുണ്ട്, എന്നിട്ട് ചെയ്യാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ. ജസ്റ്റ് തുടങ്ങാം. ഇവിടെ എന്ത് തുടങ്ങിയ മനുഷ്യനായാലും 100% പെർഫെക്റ്റ് ആയിട്ടല്ല തുടങ്ങി, ജസ്റ്റ് തുടങ്ങും. അപ്പം മുൻപിൽ ഓരോന്ന് കാണും, അതിങ്ങനെ ചെയ്ത് പോകും. നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമുക്ക് വരുന്ന അവസരങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ടൈമിലാണ് വരുന്നത്. ഞാൻ റെഡി ആയിട്ടേ ട്രൈ ചെയ്യൂ, ഞാൻ റെഡി ആയിട്ടേ ചെയ്യുമെന്ന് വിചാരിച്ചിരുന്ന ഈ അവസരങ്ങൾ നമുക്ക് മിസ്സാവും. നമ്മുടെ ലൈഫ് എന്ന യാത്രയിൽ സ്റ്റോപ്പ് ചെയ്യേണ്ട അടുത്ത കാര്യം, നമ്മളൊരു ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ, ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുമ്പോൾ 1 or 2 കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മുടെ ഉള്ളിൽ ആ ഒബ്സഷൻ കാരണവും അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. പിന്നീട് ആ റിലേഷൻഷിപ്പിൻ്റെ മൊത്തം നെഗറ്റീവ് നമ്മൾ അനുഭവിക്കും. നമ്മളൊരു റിലേഷൻഷിപ്പിലോട്ട് കടക്കുന്നതിന് മുൻപ് നല്ലവണ്ണം ആലോചിക്കണം. തെറ്റായ ഒരാളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് സിംഗിളായിട്ട് കൂളായിട്ട് നടക്കുന്നതാണ്. റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ തിടുക്കം കൂട്ടേണ്ട കാര്യമില്ല. നമ്മുടെ അർഹതയ്ക്ക് അനുസരിച്ച്, നമ്മുടെ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള ആൾ കറക്റ്റ് ടൈം നമ്മളെ തേടിയെത്തും. ടോക്സിക്കായി റിലേഷൻഷിപ്പൊക്കെ സഹിച്ച് ബുദ്ധിമുട്ടി ജീവിക്കുന്നതിനേക്കാളൊക്കെ നല്ലത് നാളെ ഒരാൾ വരുമെന്ന ആ കാത്തിരിപ്പല്ലേ. ആ കാത്തിരിപ്പിനൊരു സുഖമുണ്ട്. അടുത്തതായിട്ട് ചിലരെങ്കിലും നിർത്തേണ്ട ഒരു കാര്യം, ഒരു ബന്ധത്തിൽ ഏർപ്പെട്ട് അത് വർക്കായില്ല, അപ്പം തീരുമാനിക്കും ഇനി ഒരാളും എനിക്കില്ല, ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കും, ഞാൻ ഇനി ഒരു ബന്ധത്തിനും ഇല്ല എന്ന്. ആ മൈൻഡ് സെറ്റ് ഉള്ളവർ സ്റ്റോപ്പ് ചെയ്യണം. നമ്മളൊരാൾ പറ്റിച്ചു, ഉപേക്ഷിച്ചു, വേദനിപ്പിച്ചു, കരയിപ്പിച്ചു, നമ്മൾ തകർന്നു പോയി. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ആ സംഭവത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാവും, ആ അനുഭവങ്ങൾ നമ്മളറിയാതെ നമുക്ക് കുറെ പാഠങ്ങൾ പഠിപ്പിച്ചു തന്നു. അത് നമ്മളെ ബെറ്റർ ആക്കി, അത് നമ്മളൊരു ബെറ്റർ ഹ്യൂമൺ ആക്കി. എപ്പോഴും അയാളോടുള്ളൊരു ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാവണം. അയാൾ കാരണമാണ് ഞാൻ ബെറ്റർ ആയത്. നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ട അടുത്ത പോയിന്റ്, അവരുടെ നിലവാരത്തിലേക്ക് അവർ നമ്മളെ താഴ്ത്താൻ ശ്രമിക്കും. പക്ഷെ നമ്മുടെ സ്റ്റാൻഡേർഡ് വിട്ട് നമ്മൾ ഒരു കളിക്കും നിൽക്കരുത്. നമ്മൾ പലയിടങ്ങളിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്തുന്നു, നമ്മുടെ സ്റ്റാൻഡേർഡ് ഒന്ന് താഴ്ത്തുന്നു, നമ്മൾ ചീപ്പാവുന്നു, അതിന് പല ഗുണങ്ങളും ഉണ്ടെന്നൊക്കെ തോന്നും നമുക്ക്. നമ്മൾ ചെയ്യരുത്. നമ്മുടെ ക്വാളിറ്റി വിട്ട് നമ്മൾ ഒന്നും ചെയ്യരുത്. ലാഭങ്ങൾക്ക് വേണ്ടിയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മുടെ വാല്യൂ അങ്ങ് ഇടിയും. നമുക്കുള്ള വാല്യൂ, നമുക്ക് നമ്മളെക്കുറിച്ച് വാല്യൂ കുറവാണെന്ന് തോന്നിയാൽ വലിയ ഉയരങ്ങൾ കീഴടക്കാനുള്ള കോൺഫിഡൻസ് എങ്ങനെ ഉണ്ടാവും നമുക്ക്? സോ നമുക്ക് വലിയ രീതിയിൽ സക്സസ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വാല്യൂ താഴ്ത്തിയിട്ടുള്ള ഒരു കളിക്ക് നമ്മൾ നിൽക്കരുത്. സോ നമ്മൾ അടുത്തായിട്ട് നിർത്തേണ്ട കാര്യം, ഞാൻ അത് ചെയ്യാൻ കാരണേ ഇതാണ്, ഇതിങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ അത് ചെയ്തത് എന്നിങ്ങനെ നമ്മൾ മറ്റൊരാളോട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമല്ലോ. ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു സ്വഭാവം ആക്ച്വലി മറ്റൊരാൾക്ക് നമ്മളെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവും. ആ ധാരണയ്ക്ക് അനുസൃതമായ കാര്യങ്ങളാണ് അവർ നമ്മളിൽ കാണുന്നത്. നമ്മൾ എന്തൊക്കെ എക്സ്പ്ലെയിൻ ചെയ്താലും എനിക്കറിയാം,
അങ്ങനെ കാണും. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് കൊണ്ട് അപ്പോൾ ഒരു കാര്യമല്ല. കാര്യമുള്ള ചില സ്ഥലങ്ങൾ ഉണ്ടാവാം, പക്ഷെ വെറുതെ എക്സ്പ്ലെയിൻ ചെയ്യരുത്. സോ നമ്മൾ മറ്റൊരാളെ ബോധിപ്പിക്കാൻ ചെയ്യുന്ന ശ്രമങ്ങളൊക്കെ വെറുതെയാണ്. സോ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ചെറിയ ചെറിയ നേട്ടങ്ങളിൽ നമ്മൾ സന്തോഷിക്കുക, ആ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുക. മറ്റൊരാളെയും ബോധിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് തിരിച്ചറിയുക. ഈ വർഷമെങ്കിലും നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ട, തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മളെല്ലാവരും ബ്രേക്ക് എടുക്കാതെ ഒരേ ജോലി തന്നെ റിപ്പീറ്റായി ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതിനൊരു ഇടയ്ക്കൊരു ബ്രേക്ക് കൊടുക്കുക. നമ്മൾ വിചാരിക്കും ബ്രേക്ക് എടുത്താൽ നമ്മുടെ ജോലി ആകെ താറുമാറാകും, ജോലി തീരില്ല എന്നൊക്കെ. പക്ഷെ ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്രേക്ക് എടുത്ത് തിരിച്ചു വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഫ്രഷ് ആവും, നമ്മുടെ ജോലിയുടെ ക്വാളിറ്റി അവിടെ വർദ്ധിക്കും, കുറച്ചുകൂടി നമ്മൾ ക്രിയേറ്റീവ് ആവുകയും ചെയ്യും. നമ്മുടെ ലൈഫിലെ ചെറിയ ചെറിയ കാര്യങ്ങളുടെ ബ്യൂട്ടി, ഭംഗി, അതിൻ്റെ അർത്ഥം, ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ ലൈഫിൽ വർഷങ്ങൾക്ക് ശേഷം നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് മനസ്സിലാവും ഈ ചെറിയ 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 കാര്യങ്ങളായിരുന്നു എൻ്റെ ലൈഫിൽ, നമ്മുടെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റായ കാര്യം എന്ന്. അത് ചിലപ്പോൾ ഫാമിലിക്കൊപ്പം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നതാവാം, ഗാർഡൻ ഒന്ന് നനയ്ക്കുന്നതാവാം. ഇങ്ങനെ സന്തോഷം നൽകുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അത് നമ്മൾ മിസ് ചെയ്യരുത്. അരുന്ധതി റോയുടെ ഒരു ബുക്കില്ലേ, ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറഞ്ഞിട്ട്, ചെറിയ കാര്യങ്ങളുടെ ദൈവം, ട്രാൻസ്ലേഷൻ ചെറിയ കാര്യങ്ങളുടെ ഉടയതമ്പുരാൻ, അങ്ങനെ എന്തോ ആണ്. ആക്ച്വലി ചെറിയ കാര്യങ്ങളുടെ ദൈവമായൊരുവന് വലിയ കാര്യങ്ങളുടെയും ദൈവമാവാൻ പറ്റും. വലിയ കാര്യങ്ങളെ മാത്രം ശ്രദ്ധിച്ച് ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ചെറിയ കാര്യങ്ങളെ വിട്ടുപോകരുത്. അത് ശരിക്കും മണ്ടത്തരമാണ്. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചില ചില കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം എന്നൊക്കെ തോന്നും. ലാക്ക് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, വൈകി ഉറങ്ങുന്ന ശീലം, എക്സസൈസ് ചെയ്യാതിരിക്കുന്ന ശീലം, ഇങ്ങനെ പലതും തോന്നുമല്ലോ. എന്തൊക്കെയാണ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഒന്ന് കോമെൻറ്റ് ചെയ്യും. അതുപോലെ ഇത് കൂടാതെ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും, സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യം, ഇപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട്, അതുകൂടെ കോമെൻറ്റ് ചെയ്യും. ഇസ്മി MK ജയദേവ്.